നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഡോക്ടർ MS മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും സംഘടിപ്പിച്ചു. BJP വട്ടേക്കാട് വാർഡ് സമ്മേളനം നടത്തി. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും യൂത്ത് പ്ലസ് അവാർഡ് ദാനവും നടത്തി. കേരള യൂണിവേഴ്സിറ്റി നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊടകര വഴിയമ്പലം സ്വദേശി VS അഞ്ജലിയെ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ഡിയർ സഫാരി പാർക്ക് നിർമ്മാണോദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഡോക്ടർ MS മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ നടത്തിയ പരിപാടി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. മേനോൻ അനുസ്മരണ സമിതി കൺവീനർ സത്യനാഥൻ K. അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK. വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ കവിത സോമൻ ഭാരതീയ ദർശനം നൈതിക മാനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ആമ്പലൂർ എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ്, മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം MK ബാബു, കൊടകര ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ്, C. ജയരാമൻ, MK ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആമ്പലൂർ എഴുത്തകം പ്രസിദ്ധീകരിക്കുന്ന NVയുടെയും രംഗനാഥാനന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രീ പബ്ലിക്കേഷൻ കൂപ്പണിൻ്റെ വിതരണോദ്ഘാടനം പ്രൊഫസർ C. രവീന്ദ്രനാഥ് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ B. സജീവന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. വിമർശന ശാഖ ശക്തമായിരിക്കണം. ഈ സന്ദേശമാണ് മേനോൻ മാസ്റ്റർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം പലതരത്തിലും സാഹിത്യ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭാഷയുടെ ജനകീയവൽക്കരണമാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ സാഹിത്യ മേഖലയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷയുടെ ജനകീയവൽക്കരണമാണ്. ഭാഷയുടെ ജനകീയവൽക്കരണത്തിലൂടെ സാഹിത്യ ലോകത്തേക്ക് ഒരുപാട് സംഭാവനകൾ ഉയർന്നു വരും എന്ന് സമൂഹത്തെ കാണിച്ചു കൊടുത്ത ഒരു പ്രദേശം കേരളം തന്നെയാണ്. എഴുത്തച്ഛൻ മണിപ്രവാള സാഹിത്യം വളരെ പുഷ്കലമായിരുന്ന ഒരു കാലത്ത് മലയാളത്തിൽ തന്നെ കവിത എഴുതണം എന്ന് ശഠിക്കുകയും മലയാളത്തിൽ സാഹിത്യം കൂടുതൽ വളരണം എന്ന് ലക്ഷ്യമിടുകയും സമൂഹത്തെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്തു. BJP വട്ടേക്കാട് വാർഡ് സമ്മേളനം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സജിനി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. BJP കൊടകര നോർത്ത് ജനറൽ സെക്രട്ടറി OB ബിബിൻ, സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, നോർത്ത് പ്രസിഡന്റ് KV ബാബു, വാർഡ് കൺവീനർ PK സുരേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിമുക്ത ഭടന്മാരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും പോലീസിനെ കേസെടുക്കാൻ രണ്ടാമതൊരു വട്ടം കൂടി ആലോചിക്കണം എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് അത് അധികകാലം വേണ്ടി വരില്ല. നമ്മൾ ഈ കേരളത്തിലെ പോലീസ് അധികാരികളിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി യൂണിഫോം മറന്ന് തലയിൽ വെച്ച തൊപ്പി മറന്ന് കേരള യൂണിവേഴ്സിറ്റി നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊടകര വഴിയമ്പലം സ്വദേശി VS അഞ്ജലിയെ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു.
കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PR പ്രസാദൻ അഞ്ജലിയെ പൊന്നാട അണിയിച്ചു. CPIM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, ശക്തിനഗർ വാർഡ് സെക്രട്ടറി IR ബാബു എന്നിവർ സന്നിഹിതരായി. കൊടകര വഴിയമ്പലം ചെറുവർമേൽ ആകാശിന്റെ ഭാര്യയാണ്. സിറ്റിയിൽ നിന്ന് BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജലിക്ക് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിൻ്റെയും വെർച്വൽ സൂവിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടന ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെറ്റ് സൂ ആരംഭിക്കുന്നതിൻ്റെ ധാരണ ഉണ്ടാക്കിക്കഴിഞ്ഞു. കുട്ടികൾക്ക് അരുമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും 4 തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന പ്രത്യേക സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത്. കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല. അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും 45 മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ആഗസ്റ്റ് 15-ന് നേരിട്ട് പരിശോധിക്കുമെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R. ആടലരസൻ സ്വാഗതവും തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN. നാഗരാജ് നന്ദിയും പറഞ്ഞു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ. വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ മാസത്തോടെ വിദേശത്തു നിന്ന് വരുന്ന മൃഗങ്ങളുടെ ഒരു ധാരണ കരാറൊപ്പിട്ട് ആ നിലവാരത്തിലേക്ക് പോകാം എന്ന് നമ്മൾ കരുതുന്നു. തൃശ്ശൂരിലെ മൃഗങ്ങളെയും പക്ഷികളെയും പൂർണ്ണമായിട്ടും ഈ മാസം തന്നെ കൊണ്ടുവന്ന് തീർക്കാനുള്ള ലക്ഷ്യമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് പുതിയ തരം മാനുകൾ ഉൾപ്പെടെ 246 വിവിധ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു. കുരുന്നുകളുടെ കളിച്ചിരികൾക്കൊപ്പം അക്ഷരങ്ങളുടെ ലോകവും സമ്മാനിച്ച് നാടിനെ മാതൃകയായി മുന്നേറുകയാണ് തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള വായിക്കാം പദ്ധതിക്ക് അന്തിക്കാട് ICDS ബ്ലോക്കിലെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലുള്ള 13 നമ്പർ ഉഷസ് അങ്കണവാടിയിലും തുടക്കമായി. എല്ലാ തലമുറയിലുമുള്ളവർക്കും എളുപ്പത്തിൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അങ്കണവാടികൾ വായനശാലകളാകുന്നു എന്ന നൂതന ആശയം മുന്നോട്ട് വച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ലഭിക്കുന്ന പുസ്തകങ്ങൾ കളക്ട്രേറ്റിൽ ശേഖരിച്ചാണ് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അങ്കണവാടികളിൽ വായനശാലകൾ ഒരുക്കുന്നത്. ഈ പദ്ധതിയിലൂടെ അങ്കണവാടികളിലെ വയോജന ക്ലബ്ബുകളിലെ അംഗങ്ങൾക്കും കൗമാരക്കാരായ കുട്ടികൾക്കും അമ്മമാർക്കും ഉൾപ്പെടെ ആർക്കും പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് തിരികെ നൽകാം. ഭിന്നശേഷി വയോജന സൗഹൃദ പ്രവർത്തനങ്ങളിൽ മാതൃകയായ അരിമ്പൂർ പഞ്ചായത്തിലെ അങ്കണവാടിയെ പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ കളക്ടർക്കും സന്തോഷം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ജില്ലയിലെ മറ്റെല്ലാ അങ്കണവാടികളിലും ഈ മാതൃകയിൽ ലൈബ്രറികൾ ഒരുക്കുവാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. കുരുന്നുകൾക്കൊപ്പം അല്പസമയം ചെലവഴിച്ച് എല്ലാവർക്കും മധുരം നൽകിയാണ് അവരുടെ സ്വന്തം കളക്ടർ മടങ്ങിയത്. ക്രഡായി തൃശൂർ ചാപ്റ്റർ 20 അങ്കണവാടികളിലേക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള അലമാരകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ 4 അങ്കണവാടികളിൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ 9 അങ്കണവാടികളിലേക്കുള്ള പുസ്തകങ്ങൾ കൂടി ഇതിനോടകം ലഭ്യമായിട്ടുണ്ട്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് സജീഷ്, പഞ്ചായത്ത് അംഗം ഹരിദാസ് ബാബു, ക്രഡായി തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, അംഗങ്ങളായ കാർത്തിക്, ചെറിയാൻ ജോൺ, CDPO, ICDS സൂപ്പർവൈസർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ഗണപതി ഹോമത്തിന് മണികണ്ഠൻ ശാന്തി, മനോജ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ആനയൂട്ടിന് 4 ആനകൾ പങ്കെടുത്തു. പ്രസാദ വിതരണവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും യൂത്ത് പ്ലസ് അവാർഡ് ദാനവും നടത്തി. വാസുപുരം SNDP ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ,
യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജിജു ഡേവിസ് കീറ്റിക്കൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം, 7ഓളം പേർക്ക് പരിക്ക്, ഒരാൾ ഗുരുതരാവസ്ഥയിൽ. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ഉച്ചതിരിഞ്ഞ് 3:45ഓടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശ്ശൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശ്ശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിരെ വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയായ കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ, കാർ യാത്രികയായ കൂനമുച്ചി കുത്തൂർ ആൻഡോ ഭാര്യ പുഷ്പയുമാണ് മരിച്ചത്. ആൻഡോയുടെ നില ഗുരുതരമായി തുടരുകയാണ്. എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,445 രൂപ, പവന് 75,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടർ MS മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും സംഘടിപ്പിച്ചു. BJP വട്ടേക്കാട് വാർഡ് സമ്മേളനം നടത്തി. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും യൂത്ത് പ്ലസ് അവാർഡ് ദാനവും നടത്തി. കേരള യൂണിവേഴ്സിറ്റി നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊടകര വഴിയമ്പലം സ്വദേശി VS അഞ്ജലിയെ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ഡിയർ സഫാരി പാർക്ക് നിർമ്മാണോദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.